ഹലോ ഹലോ, നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ പിന്നെയും നല്ല ചൂടാണ്. ഇന്നും പകൽ ഇച്ചിരി നല്ല മഴ പെയ്യുകയും കാറ്റൊക്കെ വീശുന്നുണ്ട്. കാറ്റൊക്കെ ഇപ്പോഴും വീശുന്നുണ്ട്, പക്ഷെങ്കിൽ ഒരു കാര്യമില്ല, നല്ല ചൂടാണ്. എൻ്റെ പേര് അഞ്ജു. ഞാനും എൻ്റെ കുടുംബവും UK വിട്ട് കേരളത്തിൽ വന്നിട്ട് 1 വർഷം തികഞ്ഞു. ഈ നല്ലതായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ പടക്കം പൊട്ടുപോലെ ചിക്ക 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 എന്നൊക്കെ ഇടാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും വേണേ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? കുറച്ചും കൂടെയൊക്കെ പഠിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ അകത്ത് എൻ്റെ തല ഇട്ട് കഴിഞ്ഞു. ആൻഡ് ഐ ആം എൻജോയിങ് എവ്രിതിങ് ദാറ്റ് ഐ ഡു. ഞാൻ ഇത്രയും എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് ഇരുന്നിട്ടുള്ള വേറെ ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ആൻഡ് ഇന്ന് രാവിലെ ഞാൻ പുതിയൊരു പരിപാടിയും തുടങ്ങി. ഞാൻ പറയാമേ. അപ്പോൾ 1 വർഷം തികഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് കരുതി ഈ സാറ്റർഡേ ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിയുടെ വീഡിയോ എടുത്ത് നിങ്ങളുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. കാരണം കാര്യങ്ങൾ മാറാം. ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മലമറിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ ഒന്നും നടന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാൻ ഒരു ഇച്ചിരി മടിയുള്ള ആളാണ്. So I'm here to give you an update. 12 months, 1 year update. ഈ 1 മാസം 11 month അപ്ഡേറ്റ് ഞാൻ തന്നിരുന്നു. ഈ 8 മാസത്തിനകത്ത് 2 കാര്യങ്ങളാണ് പുതിയതായിട്ട് നമ്മൾക്ക് ദ റിയാലിറ്റി ഓഫ് കേരള ഈസ് കൈൻഡ് ഓഫ് സ്ലൈഡിങ് ഇൻ എന്ന ഒരു ഫീലിംഗ് തന്ന 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഐ കം ടു ഇറ്റ്. കഴിഞ്ഞ അപ്ഡേറ്റ് 11 month അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ഒരുമാതിരി നല്ലതായിട്ടൊക്കെ പോയി. ഇപ്പം ഞാൻ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങൾ കയറി വന്നു. പുസ്തകം പബ്ലിഷ് ആയപ്പം ആ പുസ്തകമായിരുന്നു ഹൈലൈറ്റ്. പക്ഷേ ഇപ്പം ഹൈലൈറ്റ് വേറെ പലതുമായത് കാരണം പുസ്തകം ബാക്കിയുള്ള ഹൈലൈറ്റിൻ്റെ ഇടയ്ക്ക് മാഞ്ഞു പോയി. എൻ്റെ കയ്യിൽ ഇനി 5-6 കോപ്പീസും കൂടെ ഉണ്ട്. അത് ഞാൻ CSI ബുക്ക് ഷോപ്പിലിരുന്ന കോപ്പീസ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നു. ബിക്കോസ് ഈ ഡിസ്പ്ലേ വെക്കുന്ന കോപ്പീസ് പൊടി പിടിക്കും, ചീത്തയാവുന്നത് കണ്ടു. അതുകൊണ്ട് ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഷോൺ ഒരു ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. ഒരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ്. പുള്ളി ഏതോ ഒരു ബിഷപ്പായിട്ടോ കത്തനാരായിട്ടോ മറ്റോ ആണ് പുള്ളിയുടെ വേഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഹീസ് ഹാവിങ് എ ഗുഡ് ടൈം, ഐ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാൻ 11 month പറഞ്ഞത് ഞാൻ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഒരുങ്ങൊക്കെ നടക്കാൻ തുടങ്ങി. അത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ നിങ്ങൾ കാണുന്നവർ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെയൊക്കെ വൃത്തിയായി എന്ന്. രണ്ടാമത്തെ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജസിലായിട്ടില്ല. അതിപ്പോഴും ലണ്ടനിലുള്ള ആരൊക്കെയോ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ അവരെല്ലാം റിവ്യൂ ചെയ്ത് കഴിയുമ്പോഴേ അതെൻ്റെ കയ്യിൽ തിരിച്ചു വരത്തുള്ളൂ. ആ ബുക്കും പബ്ലിഷ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഒരു പുസ്തകം എഴുതുമോ, ജെനസിസ് കഴിഞ്ഞു എക്സഡസ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ തല വേറെ ഒരുപാട് കാര്യങ്ങളിലായി പോയത് കാരണം ഇനിയിപ്പോൾ തിരിച്ച് അതിലോട്ട് വരാൻ പറ്റുമ്പോഴേ എനിക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാനോ ചെയ്യാനോ പറ്റത്തുള്ളൂ. ഓരോ സീസൺസില്ലേ, ഐ ഡോണ്ട് നോ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇപ്പം എന്തൊക്കെയാണ് പരിപാടി? ഞാൻ എൻ്റെ കഴിഞ്ഞ 2-3 വീഡിയോസ്, നിങ്ങൾ അധികം പേരൊന്നും ആ വീഡിയോസ് കണ്ടിട്ടില്ല. നിങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് എല്ലാം തോന്നുന്നു. ഹോം സ്കൂളിങ്ങിനെ കുറിച്ചായിരുന്നു ഒരു വീഡിയോ. പിള്ളേർ വായിക്കുന്ന ബുക്സ് നിങ്ങളിൽ ഒരാൾ ചോദിച്ചതിനുള്ള മറുപടിയായിരുന്നു വേറെ വീഡിയോസ്. പിന്നെ ഞാൻ ACXൽ എങ്ങനെയാണ് ഓഡിയോ ബുക്സ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇടുമ്പോൾ വിച്ച് വാസ് മൈ ജസ്റ്റ് പ്രീവിയസ് വീഡിയോ. ആ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ACXയിൽ നിന്ന് എനിക്ക് കാശൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് കാശ് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ കാശിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ബട്ട് ദിസ് ഈസ് ഹൗ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇന്ന് രാവിലെ എനിക്ക് ACXയിൽ നിന്ന്
21 പൗണ്ട് കിട്ടി. 21 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 2200 രൂപയോ വല്ലതും വരുമായിരിക്കും. ആദ്യമായിട്ടാണ് കിട്ടിയത്. സോ ACXന്ന് കാശ് കിട്ടും എന്ന് മനസ്സിലായി. അത് 21 പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ളതാണ്, അല്ലെ അതെങ്ങനെ, അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ 21 പൗണ്ട് എന്ന്. പക്ഷേ 21 പൗണ്ട് കിട്ടി. സോ അതിൽ നിന്ന് കാശ് കിട്ടും എന്ന് മനസ്സിലായി. പിന്നെ ഫ്രഷ് ഔട്ട് ഓഫ് ദ അവൻ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് രാവിലെ തുടങ്ങിയ പുതിയ പരിപാടി. ഇന്ന് ഷോൺ ഒരു ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്ക് ഷോണിൻ്റെ ആ ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ആന്ധ്രയിൽ നിന്നൊരു സായിപ്പ് വരേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിനൊക്കെ ഒരുപാട് സായിപ്പന്മാരാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. അപ്പോൾ ആന്ധ്രയിൽ നിന്ന് വരേണ്ടിയിരുന്ന സായിപ്പ് ഫോൺ എടുക്കുന്നില്ല, പുള്ളി വരത്തില്ല, ഒരാൾ കുറഞ്ഞു, എനിക്ക് എങ്ങനെയും എവിടെ നിന്നെങ്കിലും ഒരാളെ ഉണ്ടാക്കി തരാമോ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇതിപ്പം ഒരുപാട് പ്രാവശ്യമായി എന്നെ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന ഇടത്തുനിന്ന് പലരായിട്ട് വിളിക്കുന്നു, എക്സ്പാറ്റ്സിനെ, ഫോറിനേഴ്സിനെ, ആക്ടേഴ്സിനെ കിട്ടുമോ എന്നും ചോദിച്ച്. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കിങ്ങനെ ഒരുപാട് ഭ്രാന്തികളുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാനങ്ങനെ ഒരുപാട് പേരെ അതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാരെ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. എന്നാലും അവരുടെ പുറകെ പോയി, ഹായ് നിങ്ങൾക്ക് കേരളത്തിലാണോ, അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച് കണക്ഷൻസ് ഉണ്ടാക്കുകയും ഒക്കെ ഞാൻ ചെയ്തായിരുന്നു ഈ പല പ്രാവശ്യമായിട്ട് വന്ന കോൾസിന് വേണ്ടിയിട്ട്. ആൻഡ് അവർക്ക് ആളെ കിട്ടത്തില്ലാത്തടത്ത് എനിക്ക് എന്തുകൊണ്ട് ആളെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ എനിക്കറിയാം. എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരാണോ? അല്ല. ഇന്നിപ്പോൾ രാവിലെ സംസാരിച്ച ഒരു പുള്ളിക്കാരി റഷ്യനാണ്. അവരുടെ ഭാഷ ഞാൻ സംസാരിക്കുമോ? ഇല്ല. എങ്കിലും ഇംഗ്ലീഷിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത ഒരാൾക്ക് കൺവേ ചെയ്യാവുന്നതിൽ കൂടുതൽ ക്ലാരിറ്റിയോടെ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് എനിക്കുള്ള അപ്പർ എഡ്ജ്. സോ ആൻഡ് ബിക്കോസ് എൻ്റെ കെട്ടിയോനും പിള്ളേരും ഒക്കെ സായിപ്പന്മാരായതുകൊണ്ട് ദേ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് മോർ കംഫർട്ടബിൾ വിത്ത് മീ. അവരിലൊരാളെ പോലെ എന്നെ അവർക്ക് തോന്നത്തില്ലായിരിക്കും, എങ്കിലും എന്തോ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വർക്കിംഗ്. സോ അപ്പോൾ ഇന്നലെ രാത്രി ഒരു 11 മണി വരെ ഈ ഒരാളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധപ്പാടായിരുന്നു. അവസാനം ആളെ കിട്ടി. ഞാൻ വഴിയല്ല കിട്ടിയത്, അവർക്ക് വേറെ സോഴ്സ് വഴി ഒരാളെ കിട്ടി. അപ്പം ഞാൻ ഈ പുള്ളിയോട് തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ ഈ ഇൻ്റർനാഷണൽ ആക്ടേഴ്സിന് വേണ്ടി തന്നെ ഒരു ഏജൻസി ഞാനങ്ങ് തുടങ്ങിയാലോ? ഇതിപ്പോൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് അവിടുന്ന് ഇവിടുന്നും കോൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു വൈറ്റ് ലേഡിയെ വേണം, ഒരു വൈറ്റ് മാനെ വേണം, ഒരു വൈറ്റ് കൊച്ചിനെ വേണം എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ തന്നെ ഒരു ഏജൻസി തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അഞ്ചു തുടങ്ങ്, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് കൊള്ളാലോ പരിപാടി, കാശ് മുടക്കൊന്നും ഇല്ലല്ലോ. പിന്നെ കാശിനോട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് അതിലൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. എനിക്ക് കാശിനോട് ആഗ്രഹമില്ലാത്തത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ബ്രെഡ് വിന്നർ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഷോൺ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കൊണ്ടും ഷോൺ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല. ബിസിനസ് അല്ലേ, ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ധൈര്യമായിട്ട് അങ്ങനെ പറയായിരുന്നു. ഇപ്പം അങ്ങനെ പറയാനൊരു ധൈര്യമൊന്നും തോന്നില്ല. പിന്നെ നമ്മുടെ വീടിന് വാടക കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇൻകം സോഴ്സ് ഉണ്ട്. സോ ഒരു ഇൻകം സോഴ്സിന് വേണ്ടി ഞാൻ ജോലി എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ കേരളത്തിലെ രീതി പോലെ പിള്ളേർക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു രീതിയും ഞങ്ങൾക്കില്ല. പിള്ളേരൊക്കെ അവനവൻ്റെ കാര്യം നോക്കിപ്പോയി പറ്റുമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഓരോ സ്റ്റേക്ക് ആൻഡ് ചിപ്സൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് തരിക എന്നുള്ളതേ ഉള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് ആ പ്രഷർ ഇല്ലാത്തത് കൊണ്ടാണ് കാശ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെങ്കിലും കാശ് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിലും ഒക്കെ എനിക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ പറ്റുന്നത്
കാശ് എൻ്റെ ഒരു മോട്ടിവേഷൻ അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ACXന് 21 പൗണ്ട്. 21 പൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിനുണ്ട് എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. 21 പൗണ്ട് കൊണ്ട് പിള്ളേരുടെ ഡാൻസ് ക്ലാസ്സസിൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി നടന്നു പോകും. സോ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് അതൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഇതിന് എന്നാ പൈസ കിട്ടുമെന്ന് ഞാൻ ആദ്യമേ ചെക്ക് ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനത് ചെയ്യത്തേ ഇല്ലായിരുന്നു. കാരണം പൈസ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ. സോ നമ്മളൊരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. അതിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ രാവിലെ എനിക്കറിയാവുന്ന എക്സ്പാറ്റ്സിനൊക്കെ മെസ്സേജ് അയച്ചു. ഞാനിങ്ങനെ ഒരു ടാലൻറ്റ് പൂൾ ഉണ്ടാക്കിയാലോ എന്നാലോചിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. ഓൾറെഡി 4 പേര് എനിക്ക് ഫുൾ ഡീറ്റെയിൽസും ഫോട്ടോസും അയച്ചു തന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 5ാമത്തെ ആൾ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ട്രാവലിങ്ങും തിരക്കും ആയതുകൊണ്ട് ഇന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റത്തില്ല. സോ രാവിലെ കൊണ്ട് 4 പേര് ഓൾറെഡി എൻ്റെ ബുക്സിലായിക്കഴിഞ്ഞു. സോ ഐ എം എക്സൈറ്റഡ്. എനിക്കിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടുന്നത് ഒരു സന്തോഷമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി റിവാർഡിങ്. അങ്ങനത്തെ സന്തോഷങ്ങൾ നമ്മൾ കാശിന് വേണ്ടി പണിയെടുത്താൽ കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. സോ അതാണ് പുതിയ പരിപാടി. 1 വർഷം തികഞ്ഞപ്പോൾ എന്തൊക്കെ പരിപാടികളാണല്ലേ. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ എം വെരി ഹാപ്പി. ഐ ഫീൽ എ കൈൻഡ് ഓഫ് ഒരു ത്രില്ലിങ് ഫീലിംഗ് ആണ്. 50 വയസ്സായി എനിക്ക്. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ജീവിതം കുറച്ചും കൂടെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കരുതായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പരാധീനതകളും കഷ്ടപ്പാടുകളും കണ്ണുനീരും അതിനൊക്കെ ഉള്ള സീസൺ ആയിരുന്നു ഇതിന് മുമ്പോട്ടുള്ള കാലങ്ങളൊക്കെ. ഇപ്പം അതെല്ലാം കഴിഞ്ഞ് ഒതുങ്ങി ഇപ്പം ഇതിനുള്ള സീസണാണ്. ആൻഡ് ഐ ആം thoroughly enjoying it. പിന്നെ 1 വർഷം തികഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരനുഭവം ഒരു പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കൊക്കെ തോന്നുമായിരിക്കും, ഇതൊക്കെ ഞങ്ങൾ ഡെയിലി ഫേസ് ചെയ്യുന്നതാണ്, ഇതാണോ ഇത്ര ആനക്കാരിയൊന്നും. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇപ്പം കേരളത്തിലല്ലാതെ ഈ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കും ചിലപ്പോൾ ഇത് പുതിയ കാര്യമൊന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെങ്കിൽ ഇപ്പം ഇന്ത്യക്ക് വെളിയിലൊക്കെ ജീവിച്ചിട്ട് വരുന്ന പെണ്ണുങ്ങൾ, ഞാൻ 2-3 പേരോട് സംസാരിച്ചപ്പം അവരും പറഞ്ഞു ഇത് മനസ്സിലാക്കാൻ ടൈം എടുത്തു എന്ന്. സോ ഇത് മെയിനായിട്ടും പെണ്ണുങ്ങളെയും ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്കും അറിഞ്ഞിരിക്കാൻ കൊള്ളാവുന്ന ഒരു ഇൻഫർമേഷനാണ് കേട്ടോ. ഈ ഞാനും എൻ്റെ കുടുംബവും ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരികയാണോ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെ ഉദ്ദേശം വേറെയാണോ അങ്ങനെയൊന്നും നമ്മൾ അധികം ചിന്തിക്കാറില്ല. പിന്നെ ഒന്നുകിൽ ആരെങ്കിലും പറഞ്ഞു തരണം, ഇന്നാളെ അടുപ്പിക്കരുത്, അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്ക് യേശത്തില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ദൈവം വിവേകം തന്നിട്ടില്ലേ, അതെടുത്ത് ഉപയോഗിച്ചൂടെന്ന്. അപ്പം സത്യം പറഞ്ഞാൽ ഈ വിവേകം എനിക്കിനി ഇല്ലാത്തതാണോ അതോ ആ വിഷയത്തിൽ ഞാൻ ഇച്ചിരി റിട്ടാർഡഡ് ആണോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ പറയുന്ന വിവേകം വർക്കൗട്ട് ചെയ്തില്ല. എനിക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഈ ആൾക്ക് ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും. എന്നാലും എന്നെക്കൊണ്ടാകാവുന്ന അത്രയും അവരുടെ ഐഡൻറ്റിറ്റി മറച്ചു പിടിക്കാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ പരിചയപ്പെട്ട ഒരു ഫാമിലി, അവരെ പരിചയപ്പെട്ട സാഹചര്യം വളരെ വിചിത്രമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടതല്ല. ബട്ട് എനിവേസ് എനിക്കിതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിഞ്ഞൂടല്ലോ. ബട്ട് എനിവേസ് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ഫാമിലി. ഷോൺ അതിനകത്ത് ആക്റ്റീവ്ലി ഇൻവോൾവ് അല്ലായിരുന്നു. ഞാനാണ് വർത്തമാനം മുഴുവൻ ഈസിലി നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ ഈ ബ്ലാ 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 എന്താണോ ഈ ബ്ലാ ബ്ലായ്ക്കൊരു കൺട്രോളില്ല ചില സമയത്ത്. അപ്പോൾ അവരോട് നമ്മളെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ടങ്ങ് സംസാരിച്ചു. ഷോൺ ഇടയ്ക്ക് 2-3 പ്രാവശ്യം വന്നു ഹായ് ബൈ പറഞ്ഞു. ഷോൺ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിപ്പോയി. പക്ഷെ ഷോൺ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് എന്നവർക്കറിയാം. എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരാ. ആൻഡ് ദെൻ പിറ്റേ ദിവസം
ഈ ചേട്ടായിയുടെ ഒരു മെസ്സേജ് വന്നു, ഇപ്പോൾ എവിടെയാ? അപ്പോൾ എനിക്കത് ആ ജസ്റ്റ് ആ ഒറ്റ സെൻറ്റൻസിലെ എനിക്ക് എന്തോ ഒരു അഗ്ലി ഫീലിംഗ് തോന്നി. ബട്ട് ദെൻ ഐ സെഡ് ഐ ആം അറ്റ് ഹോം, ഫ്രീ ആകുമ്പം പറ, ഞാൻ വിളിക്കാം. അപ്പോൾ എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഉടനെ ഷോണിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇത് കാണിച്ചു. ഷോൺ, ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഷോൺ എന്നെ വഴക്ക് പറഞ്ഞു. ഷോൺ പറഞ്ഞു, നിനക്കെന്താ മനുഷ്യരെക്കുറിച്ച് ചീത്ത ചിന്തിക്കുന്നത്? നിൻ്റെ മനസ്സ് ശരിയല്ലാഞ്ഞിട്ടാ. അയാൾ നിന്നെ ഏതാണ്ടൊക്കെ കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അഞ്ജു, വാട്ട് ആൻ അഞ്ജു ദിസ് ഇസ് എന്ന മട്ടി ഷോൺ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു, ഓ, ഞാൻ എന്തിനാ മനുഷ്യരെക്കുറിച്ച് മോശം വിചാരിക്കുന്നത്, മോശമായിപ്പോയി എന്നൊക്കെ ഞാനും വിചാരിച്ചു. അപ്പോൾ ഷോൺ പറഞ്ഞു, നീ വിളിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുക. അപ്പം വിളിച്ചപ്പോൾ ബിസിയാ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് ഈ സംസാരത്തിന് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറയാം. ഇത് കുഴപ്പമാണോ അതോ കുഴപ്പമല്ലേ എന്നങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുഴപ്പമാണോ, ഇതെന്താ ഇങ്ങനെ എന്നൊരു ചിന്ത വരുമ്പോൾ എൻ്റെ മനസ്സ് ശരിയല്ലാഞ്ഞിട്ടാ, എനിക്കെന്താ മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റാത്ത എന്നൊക്കെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക. എന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു വരുമ്പോൾ അതെന്താ അങ്ങനെ, ഇത് ശരിയല്ലല്ലോ, അത് ഇനി എൻ്റെ തോന്നലാണോ? ദാറ്റ് ഈസ് വാട്ട് ദ ട്രിക്ക് ഈസ്. അതെനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നാണേ. അപ്പോൾ എന്നോട് ഏതാണ്ടൊക്കെ പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്നെ വേണമെങ്കിൽ ചേച്ചിന്ന് വിളിച്ചു. ബിക്കോസ് ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അഞ്ജു ചേച്ചിയായിട്ടാണ്. ഞാനൊരു യൂണിവേഴ്സൽ അഞ്ജു ചേച്ചിയാണ്. എന്നെ കാണുന്നവരൊക്കെ അഞ്ജു ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്ന എല്ലാവരും എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരാണോ കൂടിയവരാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാനൊരു യൂണിവേഴ്സൽ അഞ്ജു ചേച്ചിയാണ്. ആൻഡ് ഐ എൻജോയ് ഇറ്റ്. എന്നെ അഞ്ജു ചേച്ചി എന്ന് വിളിച്ച് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വരുമ്പം എനിക്കൊരു വാത്സല്യമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്ഥായിയായിട്ടുള്ള ഒരു ഇമോഷൻ ഈ വാത്സല്യം, ഒരു അമ്മ ഫീലിംഗ്, ചേച്ചി ഫീലിംഗ് ആണ് എനിക്ക് എല്ലാവരോടും പൊതുവെ തോന്നാറുള്ളത്. സോ ഞാൻ പറഞ്ഞ എന്നെ അഞ്ജു ചേച്ചി എന്ന് വിളിച്ചു. ഓ, അതെന്തിനാ? അപ്പം എനിക്ക് തോന്നി ഇത് രാഖി കെട്ടുന്ന പോലത്തെ ഒരു സംഭവമല്ലേ. രാഖി കെട്ടാം എന്ന് പറയുമ്പം വേണ്ട, രാഖി വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ സത്യം പറയട്ടെ, എൻ്റെ മനസ്സിൽ ഒരു വിചാരം, എനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയി, ഞാൻ കിളവിയായിട്ടൊന്നുമില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു പെർട്ടിക്കുലർ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഞാൻ 4 മക്കളുടെ അമ്മയാണ്. എൻ്റെ മക്കളെ കല്യാണം കഴിച്ച് വിടാനുള്ള പ്രായമൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്നെ അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ അതോടെ നിലം പരിശായി കിട്ടി. ഒരു ദിവസം മുഴുവൻ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു. എനിക്ക് എന്തുവായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പേടിയായിരുന്നോ അതോ ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ്, അയ്യേ എന്നെ അങ്ങനെ കണ്ടല്ലോ എന്നുള്ള ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് ആയിരുന്നോ, അതോ എന്താ ഇവരുടെ ഉദ്ദേശം, ഇവരിനി ഡേഞ്ചറസ് ആണോ, ഇവരിനി അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നതായിരുന്നു, എന്തുവായിരുന്നു എന്നെനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ ശരിക്കും വിഷമിച്ചു. അവസാനം ഷോൺ എൻ്റെ കൂടെ വന്നിരുന്ന് പറഞ്ഞു, ബാഞ്ചു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഷോൺ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. രാത്രി ആയപ്പോഴും വീണ്ടും എനിക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഷോൺ പറഞ്ഞ്, ഇങ്ങനത്തെ ഫോണിൻ്റെ എന്തോ സെറ്റിംഗ് മാറ്റി തരാം എന്ന് പറഞ്ഞ് ഷോൺ എൻ്റെ ഫോണിൽ എന്തോ ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്. സപ്പോസ് എൻ്റെ ഭർത്താവ് ഗൾഫിലോ വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കിലോ, ആ ഒരു ദിവസം ഞാൻ അനുഭവിച്ച ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വിഷമമുണ്ടല്ലോ, ദാറ്റ് വാസ് നോട്ട് നൈസ് അറ്റ് ഓൾ. അപ്പം ഞാൻ ഇത് അത്യാവശ്യം കുറച്ച് പേരോടൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കൊണ്ടാൻ കേട്ടോ, ഞാനിത് പറഞ്ഞ ആരും സർപ്രൈസ്ഡ് ആയിരുന്നില്ല. എല്ലാവരും ഇറ്റ് വാസ് ലൈക്ക് കേരളത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്.
വളരെ വളരെ നോർമലൈസ്ഡ് ആയിട്ടാണ് അതിനെ കണ്ടത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ എന്തോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായിരുന്നു ഒരു എന്താ പറയുന്നത്, സംതിങ് ദാറ്റ് ബ്രോട്ട് ബിറ്റർനെസ് ഇൻ ടു മൈ മൗത്ത് എക്സ്പീരിയൻസ്. ഒരു വർഷമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട മനുഷ്യരൊക്കെ ക്ലീൻ ആയിരുന്നു. ഇനിയിപ്പോൾ അവർ ക്ലീൻ അല്ലായിരുന്നെങ്കിലും ഞാനത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ആൻഡ് എവറിത്തിങ് വാസ് സോ ഗുഡ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ദാറ്റ് വാസ് നോട്ട് നൈസ്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് എപ്പോൾ ഉരുളക്കിഴങ്ങോ മറ്റേ മധുരക്കിഴങ്ങോ അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചാലും ഇതെല്ലാം ചീഞ്ഞോ കിളുത്തോ പോത്തേ ഉള്ളൂ. അതെന്താ അറിയത്തില്ല, അത് സമയത്തിന് കുക്ക് ചെയ്യലൊന്നും നടക്കാറില്ല. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ഒരു മധുരക്കിഴങ്ങ് ഞാൻ പറമ്പിൽ കൊണ്ടുവന്നങ്ങ് ഇട്ടു. ഇപ്പം കാണാമോ ഇതല്ല, ഇത് ഞാൻ ഇതുവരെ ഇങ്ങനെ കുഴിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ അടി കിഴങ്ങായോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ ഇല സൂപ്പിനകത്തൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇല യൂസ് ചെയ്യാറുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ ഇല കിളുക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് ഉരുളക്കിഴങ്ങും ഞാൻ നട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അത്ര പിടിച്ചു കയറി വന്നില്ല. പിന്നെ അവക്കാഡോ, നിങ്ങൾക്കറിയാമല്ലോ ഷോൺ അവക്കാഡോയുടെ ഒരു വലിയ പുള്ളിയാണെന്ന്. എനിക്ക് തോന്നുന്നു ഒരു 10-200 അവക്കാഡോയുടെ കുരുവെങ്കിലും ഈ പറമ്പിലെല്ലാം ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു അവക്കാഡോ കിളുത്ത് നിൽക്കുന്ന ഇന്ന് ഞാൻ കണ്ടു. ഞാൻ കാണിക്കാം. ഞാനേ തുണി അലക്കിയിട്ടത് ഇനി എടുത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ലോണ്ട്രി ഇസ് എ കണ്ടിന്യൂസ് കോൺസ്റ്റൻറ്റ് ജോബ്. കാരണം ഇത്രയും പേരുള്ള വീടായതുകൊണ്ടും, ഇത്രയും പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേര്, ഇഷ്ടംപോലെ തുണി അലക്കാനുണ്ട്, എപ്പോഴും തുണി അലക്കാനുണ്ട്. ദിസ് ഇസ് ലൈക്ക് കോൺസ്റ്റൻ്റ്ലി റണ്ണിങ് പ്രോസസ്സ്. അപ്പം ഞങ്ങൾ UK വിട്ട് കേരളത്തിലോട്ട് വന്നപ്പം ഞങ്ങളോട് ആദ്യമേ ഒരുപാട് പേര്, കേരളത്തിലുള്ളവരും വെളിയിലുള്ളവരുമായിട്ടുള്ള മലയാളീസ് ഞങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ്, ഗവൺമെൻറ് ഓഫീസസിലൊന്നും പോയി കുടുങ്ങരുത്, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഗവൺമെൻറ് ഓഫീസസിലെ എക്സ്പീരിയൻസ് അത്ര പ്ലസൻ്റ് അല്ല എന്ന രീതിയിൽ ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ആൻഡ് ഒരു വർഷം ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ഗവൺമെൻറ് ഓഫീസുമായിട്ട് വലിയ പരിപാടികളുടെ ഒന്നും ആവശ്യം വന്നില്ല. ആധാർ കാർഡിൻ്റെ എക്സ്പീരിയൻസ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇറ്റ് വാസ് എ പ്ലസൻ്റ് എക്സ്പീരിയൻസ്. നമ്മൾക്ക് അറ്റസ്റ്റേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി, ബിക്കോസ് എന്ത് ചെയ്യാനാ, ഷോണിനെ കാണുമ്പോൾ നമ്മളെപ്പോലെ അല്ലല്ലോ ഇരിക്കുന്നത്, വേറെ പോലെ ഒരു സാധനമല്ലേ. അപ്പോൾ ഇതേതാ സ്പീഷീസ്, ഇതിനൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാമോ എന്നൊരു പേടി ആൾക്കാർക്ക് തോന്നുന്നത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആധാർ കാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾക്കങ്ങ് ഭയങ്കര അഹങ്കാരമായി. നമ്മൾക്ക് ആധാർ കാർഡ് കിട്ടി, ഇനി എന്ത് വേണം, നമ്മളെല്ലാം സെറ്റായി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഐ മീൻ കാര്യമുണ്ടായില്ലേ, ഉണ്ടായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഇൻ്റർനാഷണൽ ലൈസൻസ്, നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു വർഷത്തേക്കേ അതിന് വാലിഡിറ്റി ഉള്ളൂ, അത് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർഷം കൊണ്ട് നമ്മൾ അടുത്ത പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തിക്കോണം, അതാണ്. അപ്പം അത് ഇനിയിപ്പോൾ അത് എക്സ്പയർ ആവാറായി. അപ്പം നമ്മൾക്ക് അടുത്ത എന്താണ്, ലൈസൻസ്, വണ്ടി ഓടിക്കണ്ടേ. അപ്പം ലൈസൻസിന് എല്ലാം നോക്കി നടക്കുകയായിരുന്നു. ആൻഡ് that was കഴിഞ്ഞിട്ടില്ല, ലൈസൻസ് ഒന്നും കൈ കിട്ടിയിട്ടില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ഒന്നും ആയിരുന്നില്ല. ഒന്നാമത് നമ്മൾ ചെല്ലുന്ന ഓഫീസിലൊന്നും ഇവിടുത്തെ നിയമം എന്താണെന്നോ എന്തു ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. ഏജൻസിൻ്റെ എന്നും അങ്ങനെ തന്നെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. അതും ഷോണിനെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇപ്പം നമ്മൾ പോയി ഒരു ലേണേഴ്സ് ലൈസൻസ് എടുത്ത് പോയി പ്രാക്ടിക്കൽ എക്സാം എഴുതി ലൈസൻസ് എടുക്കുക, അതെല്ലാവർക്കും ക്ലിയറാണ്. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി, ദിൽ ഡു ഇറ്റ് ഓൾ. പക്ഷെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് ഹോൾഡർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണ് എന്നൊന്നും എല്ലാവർക്കും അറിയാവുന്ന പോലെ തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഇവിടെ അടുത്ത് ഒരിടത്ത് കൊണ്ടുചെന്നു, ഒരു ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഏജൻറ്റ് ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ അഡ്രസ്സ് കോട്ടയം അഡ്രസ്സാണ്, അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല. സോ ഞങ്ങൾ ഇവിടുന്ന് ഒരു ദിവസം ഒരു ഏജൻറ്റിനെ കോട്ടയത്ത് കണക്ട് ചെയ്ത് കിട്ടി.
അപ്പോൾ അദ്ദേഹത്തോടെല്ലാം സംസാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ ചെന്നു. അവിടെ പോയി ഈ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ പോയത്. അപ്പം അവിടെ ചെന്ന് ഈ ഏജൻറ്റിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ ചെന്ന് RTOയോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെ പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതാൻ വരുമ്പം എന്തെങ്കിലുമൊക്കെ പരീക്ഷ എഴുതിച്ചില്ലെങ്കിലോ പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ ബുദ്ധിമുട്ടാകത്തില്ലേ, അതുകൊണ്ട് എന്തായാലും RTOയോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഈ ഏജൻ്റാണ് ഈ RTOയെ കാണാൻ പോയതും ചോദിച്ചതുമൊക്കെ. പക്ഷെങ്കിൽ ഈ RTOയ്ക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്ലൈ ചെയ്തു എന്ന് പറയാൻ. വേറൊന്നുമല്ല, വൈറ്റ് സ്കിൻ, വേറെ ഒരു രാജ്യക്കാരൻ എന്നുള്ള ഒരു ഇതാണ്. പുള്ളിക്കൊരു കോൺഫിഡൻസ് തോന്നിയില്ല. പിന്നെ പുള്ളി ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറേയും അവിടെ എവിടെയൊക്കെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ ഒരു കസിനാണ്. നിങ്ങളെ കേരളത്തിലെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കാണിച്ച് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ സുല്ലിട്ട് പോവാണ് കേട്ടോ. ഞാൻ വേർത്തു എന്ന് മാത്രമല്ല, ഞാൻ ക്ഷീണിച്ചു. സോ ഞാൻ ഫാനിൻ്റെ AC-യുടെ ഒക്കെ അടിയിരുന്ന് ജീവിച്ചു പൊക്കോളാം. സോ ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ കസിൻ ആയതുകൊണ്ടും ഇപ്പം അവർക്കൊക്കെ അങ്ങ് ശീലമായെന്ന് തോന്നുന്നു. ആൾക്കാർ വിളിച്ച് ഈ ഷോൺ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ നാട്ടിലുള്ള ആളാണോ എന്ന് ചോദിച്ചു അവർക്കൊക്കെ അതങ്ങ് ശീലമായെന്ന് തോന്നുന്നു. സോ അങ്ങനെയാണ് നമ്മൾക്ക് ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പോലും പറ്റിയത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ദ ഹോൾ ഡേ നമ്മൾ അവരുടെ ഓഫീസിലിരിക്കുകയായിരുന്നു പിള്ളേരെയും കൊണ്ട്. പിന്നെ ഞങ്ങൾ ഹാംസ്റ്ററേയും കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഈ ഹാംസ്റ്ററിന് ഇപ്പോൾ ഹാംസ്റ്റർ ബോളുണ്ട്. സോ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയി പിള്ളേർക്ക്, അതുകൊണ്ട് അവർ പിടിച്ചിരുന്നു. സോ ഫുൾ ഡേ അവിടെ ഇരുന്നിട്ടാണ് ഈ ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയത്. അടുത്ത ആഴ്ചത്തേക്ക് ഇനിയിപ്പോൾ തിയറി ടെസ്റ്റ് എഴുതാനുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ദ ലോങ്ങർ യു സ്റ്റേ ഇൻ കേരള, the more the chances are for you to go into government offices and deal with all these things. And അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ഒന്നും അല്ല, അത്ര ഈസിയും അല്ല. പക്ഷേ you just got to do it. അത് അതിലൊക്കെ ഒരു കാര്യം എൻ്റെ ഒരു തോട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഇറ്റ്സ് ഓൾസോ കണക്റ്റഡ് ടു നമ്മുടെ പിള്ളേരുടെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നല്ലോ ഡൽഹിയിൽ. ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ നാടിനെ നോക്കി എന്താ ഈ നാടിങ്ങനെ, ഈ നാട് നന്നാവില്ല. ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോഴും ഒരു ഹോപ്പ്ലെസ് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാ, ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ഇങ്ങനെയാ, ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെയാ. ആൻഡ് എനിക്കപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ശരിയോ തെറ്റോ നിങ്ങൾ പറ, ഇതിൽ എൻ്റെ റോൾ എവിടെയാണ്? നമുക്കൊക്കെ ഓരോ റോളില്ലേ ഇതിൽ? ഇത് നമ്മളുടെ പറയാനൊരു ഇച്ചിരി കോൺഫിഡൻസ് കുറവുണ്ട്, എന്നാലും നമ്മുടെ രാജ്യമല്ലേ. അപ്പോൾ ഈ രാജ്യത്തിലെ ഒരു സിറ്റിസൺ എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ്, ഇതൊക്കെ തെറ്റായിട്ടുള്ള ലീഡേഴ്സിൻ്റെ കുഴപ്പമാണ്. ഈ തെറ്റായിട്ടുള്ള ലീഡേഴ്സിനെ ആരാണ് തിരഞ്ഞെടുത്തത്? ഈ സംഭവം ഉണ്ടായപ്പോൾ, ഈ പ്രൊട്ടസ്റ്റ് എല്ലാം ഉണ്ടായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം, എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതങ്ങോട്ട് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കതിൻ്റെ റൈറ്റ് വാക്കുകളൊന്നും കിട്ടാത്തത് കൊണ്ടും, ഇത് വളരെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, നമ്മൾ അറിയാതെ ഒരു വാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടും ഞാനത് ഇങ്ങനെ കടിച്ചമർത്തി വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു നോർത്ത് ഇന്ത്യൻ അപ്പാപ്പൻ ഒരു വീഡിയോ ഇട്ടു. ആ അപ്പാപ്പൻ പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഹൃദയത്തിലിരുന്ന കാര്യങ്ങൾ നല്ല ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഞാനതെന്നെ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ കൂടെ ഐ ആം സോറി എന്നൊരു നോട്ടും ഇട്ട് ഞാനത് ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, മക്കളോട് വി ആർ സോറി, നമ്മൾ സോറി. കാരണം ഞങ്ങളെടുത്ത ചോയ്സസിൻ്റെ, ഞങ്ങളെടുത്ത തീരുമാനങ്ങളുടെ അനന്തര ഫലമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് തെറ്റുകളെ നമ്മൾ നോർമലൈസ് ചെയ്തു. ഞാൻ വഴിയിലിറങ്ങുമ്പോൾ കാണുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ അതങ്ങനെയാണ്, ഇവിടുത്തെ രീതി അങ്ങനെയാണ്,
ഈ രീതി ആരുണ്ടാക്കി? സീബ്ര ക്രോസ് എന്ന് പറയുന്ന സാധനം പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ റൈറ്റ് ഓഫ് ദി വേ പെഡസ്ട്രിയൻസിനാണ്. പെഡസ്ട്രിയനെ കണ്ട വണ്ടി നിർത്തണം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നിയമം പുതിയതായിട്ട് വന്നെന്ന് തോന്നുന്നു. ആ നിയമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ആവോ? ഈ സീബ്ര ക്രോസിംഗ് വെച്ച് വണ്ടി ഇടിച്ചാൽ ആളുടെ ലൈസൻസ് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയുമെന്ന്. ഇനി ഉള്ളതാണോ? ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കേട്ടോ. പക്ഷേ അങ്ങനെ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെന്തിനാ സീബ്ര ക്രോസിംഗ്? സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയന് ക്രോസ് ചെയ്യാൻ അവകാശം കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സീബ്ര ക്രോസിങ്ങിൽ ധൈര്യമായിട്ട് ക്രോസ് ചെയ്യാൻ മലയാളികൾക്ക് വല്ലതും പറ്റുമോ? ഇനിയിപ്പോൾ ഡൽഹിയിലോ ബോംബെയിലോ വല്ലതും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മലയാളികൾ ആരും ധൈര്യത്തോടെ ക്രോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സീബ്ര ക്രോസിങ്ങിന് മുന്നിൽ നിന്ന് ആരും നിർത്തി തരാറുമില്ല. എന്തേ? നമ്മളത് നോർമലൈസ് ചെയ്തു. ഇവിടെ ഇങ്ങനൊക്കെയാണ് എന്ന് നമ്മൾ അങ്ങ് നോർമലൈസ് ചെയ്തു. ബ്രൈബ് കൊടുക്കുന്നത്, കൈക്കൂലി, എന്താ അതിന് പറയുന്നത്, കിമ്പളം, ഇതൊക്കെ ആര് നോർമലൈസ് ചെയ്തു? ഞാനും നിങ്ങളും അല്ലേ അതിൻ്റെ ഉത്തരവാദികൾ. പിന്നെ നമ്മൾ കസേരയിലിരിക്കുന്നവരെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇതെൻ്റെ അവകാശമാണ്, ഇതാണ് ശരി, ആ ശരിക്ക് വേണ്ടി ഞാൻ നിൽക്കും. ഇച്ചിരി ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തല്ലുകൊണ്ടില്ലേ? ആ തല്ല് സത്യത്തിൽ നമുക്ക് കൊള്ളേണ്ട തല്ലല്ലേ? തല്ല് കൊണ്ടാലേലും ഞാനൊക്കെ പഠിക്കുമോ ആർക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അല്ലാതെ നമ്മൾ കൊടുക്കാത്ത ഒരു പവർ ആർക്കും നമ്മുടെ മേലിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വടിയൊക്കെ മിനുക്കി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി നിങ്ങൾ അടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നോർമലൈസ് ചെയ്ത് കളയുന്നു, ചലഞ്ച് ചെയ്യാതെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാളെ ഇതാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. എനിക്ക് ഈ വലിയ ഡൊണേഷൻസ് കൊടുത്ത് പിള്ളേർക്ക് സ്കൂളിൽ അഡ്മിഷൻ മേടിക്കുന്നതിനോട് വളരെ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അത് നമ്മൾ നോർമലൈസ് ചെയ്തു ഇല്ലേ? ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ആൾക്ക് ഡൊണേഷൻ കൊടുക്കാതെ കിട്ടുമോ? അത് ആദ്യത്തെ ആൾ അങ്ങനെ ഒരു ഡൊണേഷൻ കൊടുത്തുകൊണ്ടല്ലേ രണ്ടാമത്തെ ആൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും 10ാമത്തെ ആളും ഓക്കെ പറഞ്ഞതുകൊണ്ടല്ലേ അതൊരു നോർമലൈസ്ഡ് രീതിയായി മാറിയത്. സോ അതിനൊക്കെ നമ്മളും ഉത്തരവാദികളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനും മാത്രമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മനസ്സിലും എൻ്റെ ബുദ്ധിയിലും തോന്നിയതൊന്നാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ ഓരോ ആക്ഷൻസും അറ്റ്ലീസ്റ്റ് ഒരു 4 തലമുറയെങ്കിലും ബാധിക്കും. അത് വീട്ടിൽ ചുമ്മാ കഞ്ഞിയും കറിയും വെക്കുന്ന അമ്മയാണെങ്കിൽ പോലും നമുക്ക് തോന്നുമായിരിക്കാം നമ്മൾ എന്തോ ചെയ്യാനാ എന്ന് തോന്നുമായിരിക്കാം. പക്ഷെ നമുക്കൊക്കെ ഒരു റോൾ ഇതിലുണ്ട് എന്നുള്ളതല്ലേ സത്യം? ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്നിട്ട് മറുപടി ഇടണം കേട്ടോ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഓൾ. ലോട്ട്സ് ഓഫ് ലവ്.